നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ മാസം 13-ാം തീയതി വരെയാണ് ശബരിമല ദേവസ്വം ബോർഡിലെ നിലവിലുള്ള അംഗങ്ങളുടെ കാലാവധി പൂർണ്ണമാകുന്നത്. ഇതേ മാസം തന്നെ 17-ാം തീയതി മുതലാണ് പുതിയ മണ്ഡലകാലത്തിന്റെ തുടക്കവും ആരംഭിക്കുന്നത്. മണ്ഡലകാലം തുടങ്ങുമ്പോൾ ഈ കൊള്ളക്കാരന്മാർ ഒന്നും വേണ്ട എന്ന ദൃഢനിശ്ചയം ആരെടുത്തിട്ടുണ്ടാകണം? അയ്യൻ എടുത്തിട്ടുണ്ടാകണം. ആ ദൃഢനിശ്ചയത്തിന്റെ പുറത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന മന്ത്രിസഭയ്ക്ക് നിലവിലുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെ നിലനിർത്തണം എന്ന ആഗ്രഹം മാറി നിൽക്കുകയായിരുന്നു. ഇനി ഇവർ നിലനിർത്തണമെങ്കിൽ തന്നെ നിലവിലെ സാഹചര്യത്തിൽ പുതിയൊരു മണ്ഡലകാലത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് വ്യക്തമാകുന്ന സാഹചര്യത്തിലാണ് രാത്രിക്ക് രാത്രി ആ നിർണായക തീരുമാനത്തിന് മന്ത്രിസഭ പ്രഖ്യാപനം നൽകിയിരിക്കുന്നത്. അതായത് IAS-കാരനായ കെ ജയകുമാർ പുതിയ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന ശുദ്ധികലശത്തോടുകൂടി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമെന്ന നിർണായക നീക്കം വരുന്നത്. വെറുമൊരു IAS-കാരൻ മാത്രമല്ല കെ ജയകുമാർ എന്നതാണ് വളരെ നിർണായകമായിരിക്കുന്നത്. സുധാകരന്റെ ബുദ്ധി രാക്ഷസൻ കൂടിയാണ് കെ ജയകുമാർ എന്നാണ് പറയുന്നത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു മുഖമാണ് കെ ജയകുമാറിന്റേത് എന്ന് വ്യക്തമാവുകയാണ്. ശബരിമല വിവാദത്തിൽ ഒരു ഡിസ്റ്റൻസ് എപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും അതുപോലെ തന്നെ സർക്കാരും എപ്പോഴും എടുത്തിരുന്നു എന്നുള്ളതാണ്. അതായത് ശബരിമലയിൽ അങ്ങനെ പെട്ടെന്നൊന്നും കയറി തൊടാൻ കഴിയില്ല. തൊട്ട് കഴിഞ്ഞാൽ പണി പാളുമെന്ന് നന്നായി മുഖ്യമന്ത്രിക്ക് അറിയാം. ഒരു അയ്യപ്പ സംഗമം നടത്തിയതിന്റെ ക്ഷീണം ഇത്രയും ദിവസമായിട്ട് പോലും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മാറിയിട്ടില്ല എന്ന വ്യക്തവുമാണ്. മുഖ്യമന്ത്രി ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കമായിരുന്നു ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ളതാണ്. അതായത് പ്രതിപക്ഷത്തിന്റെ പ്രതിപക്ഷം ഉണ്ടാക്കിയെടുത്ത ഒരു നീക്കമാണ്, പ്രതിപക്ഷത്തിന്റെ ഒരു ബോംബാണ്, വെറും ഒരു ബോംബാണ്, ചീറ്റിപ്പോകുന്ന ബോംബാണ് ഈ സ്വർണ്ണപ്പാളി വിവാദം എന്നായിരുന്നു. എന്നാൽ അങ്ങനെയല്ല എന്ന ബോധ്യമാകുന്നത് മുഖ്യന്റെ അടക്കമുള്ളവരുടെ കണ്ണു തുറക്കുന്നത് വാസുവിന്റെ അടക്കം ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ്. ഏതു നിമിഷവും വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ആ കാര്യം ബോധ്യമാകുന്നത് എന്ന് വേണം പറയാൻ. ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ആ അംഗങ്ങളെയും തെരഞ്ഞെടുക്കുന്നത് മന്ത്രിസഭാ യോഗമാണെങ്കിൽ അതിനുശേഷമുള്ള പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്കറിയില്ല എന്ന മട്ടിൽ കൈയൊഴിഞ്ഞു നിൽക്കുകയായിരുന്നു മുഖ്യമന്ത്രിയും സംഘവും. എന്നാൽ പിന്നീട് അവർക്ക് ഒരു വാക്ക് പോലും ശബരിമലയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിൽക്കുകയാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം പ്രസിഡന്റിനെ നിലനിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയുകയില്ല. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു സാഹചര്യമല്ല എന്നുണ്ടായിരുന്നുവെങ്കിൽ, അതായത് മുഖ്യമന്ത്രി നോക്കുമ്പോൾ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു, ഈ ഒരു സാഹചര്യം അല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പ്രശാന്ത് അടങ്ങുന്ന ഈ ദേവസ്വം ബോർഡ് അംഗങ്ങളെ അവരുടെ കാലാവധി കുറച്ചുകൂടി നീട്ടിക്കൊടുക്കുമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഉണ്ടായിരുന്നില്ല. എന്തായാലും വാസു അടങ്ങുന്ന ഈ സംഘ അംഗങ്ങൾ പിടിയിലാകുമ്പോൾ മുഖ്യമന്ത്രി ഭയപ്പാടിലാണെന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും വൈകി വന്ന വിവേകം പോലെ പൊടുന്നനെ ഉണ്ടായ ആ തീരുമാനം IAS ഓഫീസറായ കെ ജയകുമാർ ദേവസ്വം പ്രസിഡന്റായി വരുമ്പോൾ ചില മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരിയെ ഗുണദായിനി എന്ന മലയാളികൾ എപ്പോഴും ഹൃദയത്തിലേറ്റിട്ടുള്ള ആ പാട്ട് അവതരിപ്പിച്ച ഗാനരചയിതാവാണ് അദ്ദേഹം. ചന്ദ്രലേപന സുഗന്ധം എന്ന വരികളിലൂടെ വിസ്മയിപ്പിച്ച ചലച്ചിത്രകാരൻ, IAS-കാരിലെ സൗമ്യ മുഖം, ഇതിലെല്ലാം ഉപരി ചീഫ് സെക്രട്ടറി പദവിയിൽ വരെ എത്തിയ സർവീസ് അനുഭവം മലയാള സർവകലാശാലയെയും നയിച്ചു. ഇതിനൊപ്പം ശബരിമല മാസ്റ്റർ പ്ലാൻ ചെയർമാൻ, ശബരിമല സ്പെഷ്യൽ ഓഫീസർ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് പരിശോധനാ സമിതിയിലെ മേൽനോട്ടക്കാരൻ എന്നീ സുപ്രധാന ദൌത്യങ്ങളും നിർവഹിച്ചിട്ടുണ്ട്. സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്ന കാലത്താണ് ശബരിമലയിലേക്ക് പ്രത്യേക ദൌത്യവുമായി കെ ജയകുമാർ എത്തുന്നത്. ശബരിമല ഉത്സവ സീസണിൽ പ്രതിസന്ധികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കാൻ മന്ത്രിയായിരുന്ന സുധാകരൻ കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ജയകുമാർ. ഡൽഹിയിൽ നിന്നും ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞെത്തിയ ഉടനെ ശബരിമലയിലെ പ്രത്യേക ദൌത്യം കൂടി സുധാകരൻ ജയകുമാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രതിസന്ധികളൊന്നുമില്ലാതെ ശബരിമലയിലെ ഉത്സവം നടത്തി ജയകുമാർ. അത് അന്നത്തെ VS അച്യുതാനന്ദൻ സർക്കാരിന് തുണയായി. VS-ലെ മല ചവിട്ടാനും ശബരിമലയിൽ എത്താനും പ്രേരിപ്പിച്ചതും ജയകുമാറിന്റെ സാന്നിധ്യം ആയിരുന്നു. സുധാകരൻ മന്ത്രിയായിരുന്നപ്പോഴും യാദൃച്ഛികമായാണ് ശബരിമലയിലേക്ക് ജയകുമാർ എത്തിയത്. സ്പെഷ്യൽ കമ്മീഷണർ എന്ന നിലയിൽ അന്ന് ശബരിമലയിൽ എല്ലാം നേർവഴിക്കാക്കി. ഇതിനൊപ്പമാണ് മാസ്റ്റർ പ്ലാൻ ചുമതലയും നൽകിയത്. EMS-ന്റെ മരുമകനായ CK ഗുപ്തൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് സ്പെഷ്യൽ കമ്മീഷണറായി ജയകുമാർ
ജയകുമാറിനെ നിയോഗിച്ചത്. അന്ന് ഗുപ്തര് വലിയ കോട്ടമുണ്ടാകാത്തതും ജയകുമാറിന്റെ ഇടപെടൽ കാരണമാണ് എന്ന് വ്യക്തം. ഇതെല്ലാം നടക്കുമ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. അന്ന് പിണറായിയുടെ കൂടെ സമ്മതത്തോടു കൂടിയാണ് സുധാകരൻ ഈ ഇടപെടൽ നടത്തുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണക്കൊള്ള എന്ന പ്രതിസന്ധി കാലത്ത് ജയകുമാറിലേക്ക് പിണറായി വീണ്ടും തിരിയുന്നത്. സുധാകരൻ മുമ്പ് അവതരിപ്പിച്ച മോഡൽ പിണറായിയും ഉൾക്കൊള്ളുന്നു. IMJയുടെ ഡയറക്ടറാണ് നിലവിൽ ജയകുമാർ. ശബരിമലയിലേക്ക് വീണ്ടും പോകാൻ ജയകുമാറിനും പൂർണ്ണ താല്പര്യമാണ്. ശബരിമല വിശ്വാസികളുമായി എന്നും ചേർന്ന് നടന്ന ജയകുമാറിന് ദേവസ്വം ഭരണം വെല്ലുവിളികളോട് തന്നെയാണ് തുടക്കം. ശബരിമല വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ജയകുമാറിനെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ പ്രവർത്തിക്കാൻ സർക്കാരും അനുവദിക്കും. ദേവസ്വം മന്ത്രി VN വാസവന്റെ ഇടപെടലുകൾക്കും പരിധി വരും. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ അടക്കം പറ്റിയ തെറ്റുകൾ തിരുത്താൻ വേണ്ടി കൂടിയാണ് ജനകീയ മുഖമുള്ള ജയകുമാറിനെ ദേവസ്വം ബോർഡിലേക്ക് നിയോഗിക്കുന്നത്. പ്രതിപക്ഷത്തിന് പോലും ഈ തീരുമാനത്തെ അംഗീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസറിൽ ഒതുങ്ങി നിൽക്കേണ്ട ഈ ഒരു സ്വർണ്ണക്കൊള്ള അത് വിപുലീകരിച്ച ഇത്രയും വലിയ മുതിർന്ന CPM നേതാവ് അടക്കമുള്ളവർ ഇതിൽ പെടുകയും ഇനിയും പലരും ഇതിന് പിന്നിൽ ഉണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. 2019 മുതൽ ഇങ്ങോട്ടുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളും സംഘ അംഗങ്ങളും പ്രതിനിധികളും ഒക്കെ തന്നെ മുച്ചൂട് മുടിപ്പിക്കാൻ വേണ്ടി എല്ലാ നാടകങ്ങളും നടത്തിയെന്ന കാര്യത്തിലും സംശയമില്ല. ആ സംശയ നിലയിൽ നിൽക്കുമ്പോഴാണ് 2025 മുതലുള്ള ഈ മണ്ഡലകാലത്തിന്റെ ഇന്ന് മുതൽ അല്ലെങ്കിൽ ഈ മാസം 17 മുതൽ എല്ലാ 1-ാം തീയതി മുതൽ മലയാള മാസം 1-ാം തീയതി മുതൽ എല്ലാം മാറി മറിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കട്ട് ആൻഡ് ക്ലിയർ ആയിട്ട് ഹൈക്കോടതി ശബരിമല വിഷയത്തിൽ പൂർണ്ണമായും ഇടപെടുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഏകദേശം 3 തവണയെങ്കിലും ഈ കേസ് കോടതിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ കോടതി ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയതിനു ശേഷം കൃത്യമായി തന്നെയാണ് ഇടപെടൽ നടത്തിയത്. ആ ഇടപെടൽ കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഫോഴ്സ് അടക്കമുള്ള SIT അടക്കമുള്ള സംഘം ഈ ഒരു കേസ് അന്വേഷിക്കാനായി ശബരിമലയിലേക്ക് എത്തുന്നത്. ഒരു ദിവസം പോലും പാഴാക്കാതെ കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും പ്രശാന്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. പ്രതിപക്ഷവും ഇദ്ദേഹത്തിന് IAS ഉദ്യോഗസ്ഥൻ കൂടിയായി ഇദ്ദേഹത്തെ അതായത് തലയിൽ മൂളയുള്ള തലയിൽ ആൾതാമസമുള്ള ജയകുമാറിനെ പോലെയുള്ള IAS ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇരുകൈ നീട്ടി സ്വീകരിക്കും. ജനങ്ങൾക്കും സമാധാനം. പക്ഷെ അപ്പോഴും സർക്കാരെ നിങ്ങളൊന്ന് ഓർത്തുകൊള്ളുക, നിങ്ങൾ ഇത്രയും നാളും കട്ടുമുടിപ്പിച്ചതൊന്നും തന്നെ ജനം മറക്കാൻ പോകുന്നില്ല. അതിനുള്ള കൃത്യമായ പാഠം തന്നെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നേരിടാൻ പോകുന്നത് എന്ന് ജനങ്ങൾ പറയുകയാണ്. കവി, ഗാനരചയിതാവ്, വിവർത്തകൻ, ചരിത്രകാരൻ, ചിത്രകാരൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ അറിയപ്പെടുന്ന മലയാളിയായ IAS ഉദ്യോഗസ്ഥനാണ് K ജയകുമാർ. ചീഫ് സെക്രട്ടറി ആയിരുന്ന ഇദ്ദേഹം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകനായ M കൃഷ്ണൻ നായരുടെയും സുലോചനയുടെയും മൂത്ത മകനായി 1952 ഒക്ടോബർ 6 തിരുവനന്തപുരത്ത് ജനിച്ചു. കേരള സർവകലാശാലയിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ജയകുമാർ 1978 IAS നേടി. നോക്കുക, ഒക്ടോബർ 6-നാണ് അദ്ദേഹത്തിന്റെ ജന്മദിനം. ഒക്ടോബർ 6-ാം തീയതി തന്നെ ആ നിർണായക തീരുമാനവും എത്തിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് കളക്ടറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ഇദ്ദേഹം കോഴിക്കോട് ജില്ലാ കളക്ടർ, വിനോദസഞ്ചാര വകുപ്പ് ഡയറക്ടർ, വിനോദസഞ്ചാര വകുപ്പ് സെക്രട്ടറി, സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി, വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി എന്നീ തസ്തികകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ, മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികളും ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. 2002 മുതൽ 2007 വരെയുള്ള കാലത്ത് ഇദ്ദേഹം കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുമുണ്ട്. എന്തായാലും അദ്ദേഹം ശബരിമലയിലേക്ക് വരുമ്പോൾ ഇത്രയും നാളും കട്ടുമുടിപ്പിക്കാൻ വന്നവരെ പോലെ അല്ല അദ്ദേഹം എന്ന് എല്ലാവരും മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തെ പൂർണ്ണമായും എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും പ്രശാന്തിന്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്നതിൽ വ്യക്തമാവുകയാണ്.